മോർണിംഗ് പ്രിറ്റീസ് ആണ്. എല്ലാവരും ഇതാ അടിപൊളിയായിട്ട് മലയാളം എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞു വന്നു. അപ്പോൾ ഇനി നമ്മുടെ ബയോളജി എക്സാമിന്റെ ഊഴമാണ്. ഒട്ടും നമുക്ക് സമയം കളയാനില്ല. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു സബ്ജക്ട് കൂടിയാണ് ബയോളജി. പുതിയ സിലബസ് വലിയ പ്രശ്നം തന്നെയാണ്. പാർട്ട് 2 നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്ത് പഠിക്കേണ്ടതും 3, 4, 5, 6 ചാപ്റ്റർ തന്നെയാണ്. പക്ഷേ ആദ്യത്തെ 3 ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് 1 മാർക്കിനും 2 മാർക്കിനും 3 മാർക്കിനും അതേപോലെ 4 മാർക്കിനും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ പാർട്ടിൽ നിന്നുള്ള ഡൗട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ കോൺഫിഡൻസോടുകൂടി ഉത്തരം എഴുതാൻ നിങ്ങളെ സഹായിക്കുന്ന ഭാഗം ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ്. കാരണം അത് ഓൾറെഡി നിങ്ങൾ ഓണത്തിനും ക്രിസ്മസ് എക്സാമിനും ഒക്കെ വേണ്ടി പഠിച്ചതാണ്. അപ്പം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സിൽ ഒന്നാണ് നമ്മുടെ 3ാമത്തെ പാഠമായിട്ടുള്ള റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, ശ്വസനവും അതുപോലെ തന്നെ വിസർജനവും എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ക്വസ്റ്റ്യൻസ്, അതും പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള, പ്രീവിയസ് ഇയറിൽ ഈ ചാപ്റ്റർ ഉണ്ടായിരുന്നു, രണ്ടും 2 ചാപ്റ്റർ ആയിരുന്നു. ഈ സിലബസ് ആകുമ്പോഴത്തേ അത് കുറച്ചുകൂടെ എന്തായി ചുരുക്കി അത് രണ്ടും കൂടെ ഒരു ചാപ്റ്റർ ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന സ്ഥിതിക്കും പ്രീവിയസ് ഇയറിൽ വന്ന പോർഷൻസിലെ ഇമ്പോർട്ടൻസ് ഒക്കെ വെച്ച് നോക്കിയിട്ടും വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും 3ാം ചാപ്റ്ററിലെ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഭാഗം നിങ്ങൾക്ക് പഠിക്കാതെ പോയാൽ, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറിയാതെ പോയാൽ 15 മാർക്കോളം നിങ്ങൾക്ക് നഷ്ടമാകും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഈ 3ാമത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ മുന്നത്തെ പാർട്ട് 1 നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളുമാണ് മിസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം. കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട്. അപ്പൊ തെറ്റായിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരുത്തണം. നെഫ്രീഡിയ ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് ഇൻസെക്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷഡ്പദങ്ങളിലെ വിസർജന അവയവങ്ങളാണ് നെഫ്രീഡി. നെഫ്രീഡി എന്ന് പറയുന്ന ആരുടേതാണ്? ഇൻസെക്ട് ആണോ? അല്ല, ഇൻസെക്ട് അല്ല. നമുക്ക് പറയാം അത് എർത്ത് വേമിന്റേതാണ് അല്ലെ. മണ്ണിരയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ അല്ലെങ്കിൽ വിസർജ്യ അവയവമാണ് നമ്മുടെ നെഫ്രീഡിയ എന്ന് പറയുന്നത്. കോൺട്രാക്ടൈൽ വാക്യൂൾസ് ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് അമീബ. അത് ശരിയാണ്. ദെൻ എക്സസ് വാട്ടർ ഇൻ ഗ്രാസസ് ഈസ് എലിമിനേറ്റഡ് ത്രൂ സ്മോൾ പോർസ് പ്രസന്റ് ഇൻ ദ ടിപ്പ് ഓഫ് ലീവ്സ് കോൾഡ് ഹൈഡത്തോഡ്. ഹൈഡത്തോടുകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്? അധിക ജലം ആ ലീഫിന്റെ അല്ലെങ്കിൽ ഇലയുടെ തുമ്പത്ത് ഇങ്ങനെ പുറത്തോട്ട് പോകുന്നത്. യൂറിയ ഇസ് ദ മെയിൻ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഓഫ് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. ആണോ? റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സിൽ യൂറിയ അല്ല, യൂറിക് ആസിഡ് ആണ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. യൂറിക് ആസിഡ് ആണ്. അപ്പം ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ശരിയാക്കി എഴുതേണ്ടതുണ്ട്. എ പേഴ്സൺസ് യൂറിൻ അനാലിസിസ് ഇസ് ഫൗണ്ട് ടു കണ്ടെയ്ൻ ഫോളോയിങ് കമ്പോണന്റ്, ഐഡന്റിഫൈ ദ ഡിസീസ് അസോസിയേറ്റഡ് വിത്ത്. ഇത് നമ്മുടെ ഓൾറെഡി സമഗ്ര വെബ്സൈറ്റിലും മോഡൽ ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുള്ള ചോദ്യം കൂടിയാണ്. അപ്പൊ നോക്കുക, ഒരു വ്യക്തിയുടെ മൂത്ര പരിശോധനയുടെ സൂചനയിൽ തന്നിരിക്കുന്ന ഘടകങ്ങൾ ഉള്ളതായി കണ്ടെത്തി ഓരോന്നും ഏതൊക്കെ രോഗങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് എഴുതണം. അപ്പം ബിലിറുബിൻ ഉണ്ട്, പസ് സെല്ലും ഉണ്ട്. ബിലിറുബിൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ യൂറിനിൽ ബിലിറുബിൻ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? നമ്മുടെ ജോണ്ടസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തേത് പസ് സെല്ലാണ് അല്ലെ. പഴുപ്പ് കോശങ്ങൾ മൂത്രത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇൻഫെക്ഷൻ വരുന്നതാണ്. സോ ബിലിറുബിൻ പസ് സെല്ലാണ്. അപ്പം ഇത് ബിലിറുബിൻ എന്ന് പറയുന്നത് ജോണ്ടസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രപാദത്തിലെ അണുബാധയാണ്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4ാമത്തെ ഓപ്ഷൻ ആണ്. അപ്പം ഇതുപോലെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ചൂസ് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ് ആണ്. ഇവിടെ പെൽവിസ് റീജിയൻ ഫ്രം region where urine from the filters flows into. ഫിൽട്ടറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നെഫ്രോണിൽ നിന്ന് യൂറിൻ എത്തുന്നത് എങ്ങോട്ടേക്ക് തന്നെയാണ്? അത് പെൽവിസിലേക്ക് തന്നെയാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇനി അടുത്തത് അഫറന്റ് വെസൽ ദാറ്റ് കംസ് ഔട്ട് ഓഫ് വുമൻസ് ക്യാപ്സുൽ ആണോ? അല്ല, തെറ്റാണ്. കോർട്ടെക്സ് ഡാർക്ക് കളർ ഇന്നർ പാർട്ട് ആണോ? അല്ല, അത് തെറ്റാണ്. മെഡുല്ല ലൈറ്റ് കളർ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചാണുള്ളത്. അപ്പം കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തേത് മാത്രമാണ്. അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം? മാച്ച് എഴുതി വെക്കാം. ഐഡന്റിഫൈ ദ പ്രോസസ് ഇൻ വിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് നോട്ട് ഫോംഡ് ആസ് ബൈ പ്രോഡക്റ്റ്. കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പന്നമായി രൂപപ്പെടാത്ത പ്രക്രിയകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. അനേറോബിക് റെസ്പിറേഷൻ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ആനുവൽ എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം കൂടെയാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഐഡന്റിഫൈ ദ പ്രോസസ് വിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് നോട്ട് ഫോംഡ് ആസ് എ ബൈ പ്രോഡക്റ്റ്. കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നില്ല, ലാക്ടിക് ആസിഡ് ആണ് ഫോം ചെയ്യുന്നത് എങ്കിൽ അല്ലെ, അതാണ് നമ്മുടെ ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. അവിടെ പ്രോഡക്റ്റ് ലാക്ടിക് ആസിഡ് ആണ്. എന്നാൽ ആൽക്കഹോൾ ഫെർമെന്റേഷനിലും ക്രെബ് സൈക്കിളിലും ഗ്ലൈക്കോളിസിസ് ഒക്കെ കഴിഞ്ഞ് എൻ പ്രൊഡക്റ്റിൽ വരുമ്പോൾ എന്തുണ്ട്? അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്. അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഒന്ന് ലാക്ടിക് ആസിഡ്, പിന്നെ വരുന്നതാണ് ഗ്ലൈക്കോളിസിസ് അല്ലെ. ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് ക്രെബ് സൈക്കിളിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്തത് ഐഡന്റിഫൈ ദ മസിൽ ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. ഇവിടെ
എക്സ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ റിബ്സ് റേസ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ശ്വാസകോശത്തിൽ കാണുന്ന ഒരു മസിലാണത്. ആ മസിലിനെ നമ്മൾ വിളിക്കുന്നതാണെന്ത്? ഇന്റർകോസ്റ്റൽ മസിൽ. ഇന്റർകോസ്റ്റൽ മസിൽ. എല്ലാം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊടി തട്ടി എടുക്കുക തന്നെ വേണം കേട്ടോ. അതുകൊണ്ടാണ് ഇന്നത്തെ ലൈവ് പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത്. ഇന്റർകോസ്റ്റൽ പേശികൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. അടുത്തത് ഐഡന്റിഫൈ ദ വേർഡ് റിലേഷൻ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. പദബന്ധം മനസ്സിലാക്കി എഴുതാനാണ്. സിസ്റ്റോളിക് പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് 120 mmHg. അപ്പൊ ഏതായാലും 80 mmHg എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡയസ്റ്റോളിക് പ്രഷർ ആണ്. ഡയസ്റ്റോളിക് പ്രഷർ. ഡയസ്റ്റോളിക് പ്രഷർ. അപ്പം ഈ ഒരു യൂണിറ്റ് പഠിച്ചു വെക്കണം. ചിലപ്പോൾ യൂണിറ്റ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ സിസ്റ്റോളിക്ക് 120 ആണ്, ഡയസ്റ്റോളിക്ക് 80 ആണ്. നമ്മുടെ ബി പിയുടെ നോർമൽ നമ്മൾ പറയുന്നത് ഏതാണ്? 80 and 120 ആണ്. അപ്പൊ പഠിച്ചു വെക്കാം. Then write the function of the part indicated as X. ഈസി ആണല്ലോ. X എന്ന് പറയുന്നത് എന്താണ്? കളക്ടിങ് ഡക്റ്റ് ആണ്. കളക്ടിങ് ഡക്റ്റ്. ഇതുപോലെ ഏതു ഭാഗം വേണമെങ്കിലും നെഫ്രോണ്ട് തന്നിട്ട് ചോദിക്കാം. അപ്പൊ ഓരോ ഭാഗവും നിങ്ങൾ അടയാളപ്പെടുത്തി പഠിക്കണം. ശേഖരണ നാളി. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാനാണ് ഇന്നത്തെ ലൈവ് ഉള്ളത്. അപ്പൊ എല്ലാവരും ലൈവിലേക്ക് തന്നെ വന്നാൽ പ്രോപ്പർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അടുത്തത് അനലൈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ലങ്സ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ശ്വാസകോശത്തിന്റെ ഒരു സവിശേഷതയാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇത് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പൊ ബ്രോങ്കിയോൾ, ദ ടെർമിനൽ ബ്രാഞ്ചസ് ഓഫ് ബ്രോങ്കൈ വിച്ച് എൻറ്റർ ദ lungs end in millions of alveoli. ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്ന ശ്വസനയുടെ അഗ്രശാഖങ്ങളായ ശ്വസനകൾ തുറക്കുന്നത് ദശലക്ഷക്കണക്കിന് വായു അറകളിലേക്കാണെന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഹാവിംഗ് ദിസ് മച്ച് നമ്പർ ഓഫ് ആൽവിയോളൈ? എന്തിനാണ് നമ്മുടെ ലങ്സിൽ കുറേ ആൽവിയോളൈകൾ ഉള്ളത്? ഹൗ ഫാർ ഈസ് ദ സ്ട്രക്ചർ ഓഫ് ആൽവിയോളൈ സ്യൂട്ടബിൾ ഫോർ എക്സ്ചേഞ്ച് ഓർ റെസ്പിറേഷൻ? എന്തിനാണ് ആൽവിയോളൈ നമ്മളെ ശ്വാസകോശം അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ ഈ ഒരു വാതക വിനിമയത്തിന് സഹായിക്കുന്നത്? അവരുടെ ഘടനയുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദ്യം. ഒന്ന്, നമുക്ക് കുറേ ആൽവിയോളിസുകൾ ഉള്ളത് കൊണ്ടാണ് അത്രയും പെട്ടെന്ന് ഈ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് അല്ലെ. ആൽവിയോളൈ ഇൻക്രീസ് സർഫസ് ഏരിയ ഇൻ ദ ലങ്സ്. എത്രത്തോളം ആൽവിയോളൈ ഉണ്ടോ അതിനനുസരിച്ച് അവിടുത്തെ പ്രതല വിസ്തീർണം കൂട്ടാൻ സഹായിക്കുന്നു അല്ലെ. പ്രതല വിസ്തീർണം കൂട്ടുന്നു. ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ഇവരുടെ ഘടനയുടെ പ്രത്യേകത? സർഫസ് ദാറ്റ് സെപ്പറേറ്റ് ബ്ലഡ് ഇൻ ദ ബ്ലഡ് കാപ്പിലറി എയർ ഇൻ ദ ആൽവിയോളി ഹാസ് തിക്നെസ് ഓഫ് 2 rows only. അല്ലെ, ഇവ രണ്ടും ഒറ്റ നിര കോശങ്ങളാൽ നിർമ്മിതമാണ്. ഒറ്റ നിര കോശങ്ങളാൽ നിർമ്മിതമാണ്. ആരൊക്കെയാണ് ഒറ്റ നിര കോശങ്ങളാൽ നിർമ്മിതമായത്? ഒന്ന് നമ്മുടെ ആൽവിയോളസും, രണ്ട് നമ്മുടെ രക്തലോമികയും. അതുമാത്രമല്ല ഇവർ വളരെ കട്ടി കുറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ വാതക വിനിമയം നടത്താൻ സഹായിക്കുന്ന ഒന്നും കൂടിയാണ്. അപ്പൊ അതും കൂടി ഇവിടെ പഠിച്ചു വെക്കാം. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ദ്രവം എന്താണെന്നാണ്. ഇവിടെ നോക്കുക, ഇത് നമ്മുടെ ടിഷ്യൂസ് ആണ്. ആ ടിഷ്യൂസും ഇവിടെ ബ്ലഡ് കാപ്പിലറി. അതിന്റെ ഇടയിൽ കാണുന്ന ഈ ഫ്ലൂയിഡ് ഏതാണെന്നാണ് ചോദ്യം. വേറെ ആരുമല്ല, നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ദ്രവമാണ്. ഈ ദ്രവവും രക്തവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ RBC, ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾ ആൻഡ് പ്ലേറ്റ്ലെറ്റ്. രക്തത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലെ, ഈ ദ്രവവും രക്തവും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ അരുണ രക്താണുക്കൾ, പ്രോട്ടീൻ തന്മാത്രകൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നിവ ഉണ്ടാവില്ല. അതാണ് ടിഷ്യൂ ദ്രവവും ലോമികയുള്ള രക്തവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ടിഷ്യൂ ഫ്ലൂയിഡ് കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കാം. ഇനി ഈ ഒരു ചിത്രം നോക്കിക്കേ. ടിഷ്യൂ ഫ്ലൂയിഡ്, ലിംഫ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രമാണ്. അപ്പം ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ when blood flows through the capillary fluid of part oozes into intercellular space through minute pore and transport as substance takes place between cells and the tissue. നമ്മുടെ രക്തലോമികയിലൂടെ പോകുന്ന രക്തത്തിൽ നിന്ന് ആ രക്തലോമികയിലെ ചെറിയ ചെറിയ സുഷിരങ്ങൾ വഴി ഇത് എന്ത് ചെയ്യും? അവിടെ നൂറിറങ്ങി രൂപപ്പെടുന്നതാണ് ടിഷ്യൂ ദ്രവം. ആ ടിഷ്യൂ ദ്രവം പിന്നെ ലിംഫ് നോഡുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ലിംഫായി മാറുന്നുണ്ട്. അപ്പം ഈ ഒരു ഡയഗ്രാം പഠിച്ചു വെക്കണം. ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അടയാളപ്പെടുത്തണം. ആൻഡ് ടിഷ്യൂ ഫ്ലൂയിഡും ലിംഫും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും കൂടെ പഠിച്ചു വെക്കുക. ലിംഫ് തന്നെ ടിഷ്യൂ ഫ്ലൂയിഡ്, പക്ഷെ ടിഷ്യൂ ഫ്ലൂയിഡ് പിന്നെ ലിംഫ് നോഡുകളിൽ ഉണ്ടായി കഴിയുമ്പോൾ അതാണ് ടിഷ്യൂ ദ്രവത്തിന്റെ ഒരു ഭാഗം ലിംഫ് ലോമുകളിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് ലിംഫ്. ലിംഫിലൂടെയാണ് കൊഴുപ്പിന്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘു ഘടകങ്ങളും വിറ്റാമിനുകളും സംവഹനം ചെയ്യപ്പെടുന്നത്. അപ്പൊ സംവഹനത്തിനും പ്രതിരോധത്തിനും ഒക്കെ സഹായിക്കുന്നത് തന്നെയാണ് ലിംഫ് എന്ന് പറയുന്നത്. Observe the answer. Lungs, bronchitis, swelling of the lungs.
നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട കുറച്ച് രോഗങ്ങളുമായതാണ് തന്നിട്ടുള്ളത്. ഇവിടെ റപ്ചർ ഓഫ് ആൽവിയോളെ പൊട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് എംഫസിമ എന്ന് പറയുന്ന രോഗാവസ്ഥ, ആൽവിയോളെ നശിക്കുന്നത്. ആൻഡ് ഹൗ ഡസ് റപ്ചറിങ് ഓഫ് ആൽവിയോളെ അഫക്ട് ദ പേഷ്യന്റ്? എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? റെഡ്യൂസ് ദ റെസ്പിറേറ്ററി സർഫസ് റേറ്റ്, റെഡ്യൂസ് വൈറ്റൽ കപ്പാസിറ്റി. ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നു. അപ്പം അവിടെ മാക്സിമം എന്ത് ചെയ്യുന്നില്ല, വാതക വിനിമയം നടക്കുന്നില്ല. അതുവഴി നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ പഠിച്ചു വെക്കാം നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗാവസ്ഥകൾ. റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് ഐഡന്റിഫൈ ദ പാർട്ട് ലേബിൾഡ് ആസ് എ ആൻഡ് ബി. ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ എയും ബിയും ഉണ്ട്. എ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മുടെ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗം, അല്ലെ? ഔട്ടർ കോർട്ടെക്സ്, ദാറ്റ് ഈസ് ലൈറ്റ് കളേർഡ് ഔട്ടർ പാർട്ട്. മെഡുല എന്ന് പറയുന്നതാണ് ഉള്ളിലെ ഭാഗം, ഡാർക്ക് കളേർഡ് ഇന്നർ പാർട്ട്. അപ്പൊ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഇളം നിറമുള്ള പുറംഭാഗമാണ്, മെഡുല എന്ന് പറയുന്നത് കടും നിറമുള്ള ആന്തരഭാഗവുമാണ്. അപ്പൊ കോർട്ടെക്സ് ഇളം നിറം, മെഡുല എന്താണ്, കടും നിറമുള്ളതാണെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, മെഡുല കടും. Complete the following Venn diagram suitably with the respect of homeostasis. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട ഒരു ചിത്രമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ നിന്നും ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കും, കാരണം ക്രിസ്മസ് എക്സാമിന് ഈ ചോദ്യം വന്നിട്ടുള്ളതാണ്. അപ്പൊ നോക്കാം, ഇവിടെ നമ്മുടെ സ്കിന്ന്, കിഡ്നി, ലങ്സ് ഇവരൊക്കെ നമ്മുടെ ഏതാണ്, എക്സ്ക്രീറ്ററി ഓർഗൻസ്, വിസർജ്യ അവയവങ്ങളാണ്. അപ്പൊ ഓരോന്നിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദ്യം. സ്കിന്നിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാണ് വേണ്ടത്. ആൻഡ് കിഡ്നിയിൽ നമുക്കറിയാം എന്ത് ചെയ്യുന്നു, വേസ്റ്റുകൾ പുറത്തേക്ക് കളയുന്നു, വേസ്റ്റ് എക്സ്പെൽ, അല്ലെ? അവിടെ എന്ത് ചെയ്യുന്നു, മാലിന്യങ്ങൾ പുറന്തള്ളുന്നു. ലങ്സ് റെഗുലേഷൻ ഓഫ് ഓക്സിജൻ ലെവലും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നതാണ് എന്ത്, എലിമിനേഷൻ ഓഫ് CO2, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. ഓക്കെ അല്ലെ? അപ്പൊ ബാക്കി രണ്ട് വിസർജനം ഇതിന്റെ ഫംഗ്ഷൻ കിട്ടി. സ്കിന്നിന്റെ എന്താണ് അല്ലെങ്കിൽ ത്വക്കിന്റെ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ വേണം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമാണിത്. ഈ ചിത്രത്തിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. സ്കിന്നിന്റെ ഫംഗ്ഷൻ, ലിവർ, കിഡ്നി, അതുപോലെ തന്നെ ശ്വാസകോശത്തിന്റെ ഫംഗ്ഷൻ പഠിച്ചു വെക്കണം. എങ്ങനെയാണ് ഇവർ ഹോമിയോസ്റ്റാസിസ് നടത്തുന്നത് അല്ലെങ്കിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നതെന്നാണ് ചോദ്യം വരിക. അപ്പൊ ഇതിൽ ഓരോ ബോക്സിലും അതിന്റെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിഡ്നിയിലൂടെ വേസ്റ്റ് കളയുന്നത് വഴിയാണ് നമ്മുടെ pH ക്രമീകരണം നടക്കുന്നതും വേണ്ട വേസ്റ്റുകൾ പോകുന്ന വഴി നമ്മുടെ മാലിന്യങ്ങളൊക്കെ നമുക്ക് പുറന്തള്ളാൻ പറ്റുന്നത്. ലങ്സ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയുന്നത്. അതുകൊണ്ട് തന്നെ ഓക്സിജന്റെ അളവ് ക്രമീകരിക്കാനും ലങ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ലിവർ ആണ് പ്യൂരിഫിക്കേഷൻ നടത്തുന്നത്, വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നു, മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നതും. ഓക്കെ, ആൻഡ് സ്കിന്നിന്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യും. Observe the illustration and answer the following question. Name of the process, gas exchange shown in the illustration. ഇവിടെ നമുക്കറിയാം നടക്കുന്ന എന്ത് പ്രോസസ് ആണ്, സാധാരണ ഡിഫ്യൂഷൻ പ്രോസസ് ആണ്, അല്ലെ? ഡിഫ്യൂഷൻ വഴി വാതക വിനിമയം നടക്കുകയാണ്, ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുകയാണ് ചെയ്യുന്നത്. ആൽവിയോളാർ ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് ഡിഫ്യൂഷൻ പ്രോസസ് വഴി. ചിത്രത്തിൽ എക്സ് വൈ എന്ന ഭാഗങ്ങൾ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ ഗാഢത എങ്ങനെ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു എന്ന ചോദ്യം. നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് ആൽവിയോളസ് ആണ്, ആൽവിയോളസിൽ ഓക്സിജന്റെ ഗാഢത കൂടുതലാണ്. വൈ എന്ന് പറയുന്ന രക്തലോമിക ബ്ലഡ് കാപ്പിലറി, അവിടെ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതലുള്ളത്. അപ്പം ആൽവിയോളസിൽ ഓക്സിജൻ കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡ് കുറവും, ബ്ലഡ് കാപ്പിലറിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലും ഓക്സിജൻ കുറവുമാണ്. ഇത് മാറിപ്പോകരുത്. അടുത്തത് നമ്മുടെ ബൗമാൻസ് ക്യാപ്സ്യൂൾ, അല്ലെ? ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ, ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അഫറന്റ് വെസൽ, ബി എന്ന് പറയുന്നത് ഇഫറന്റ് വെസൽ, സി എന്ന് പറയുന്നത് ഗ്ലോമറുലസുമാണ്. അപ്പം ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്, സി എന്ന ഭാഗത്ത് നടക്കുന്ന പ്രക്രിയയും അതിന്റെ ഫലമായി ഉണ്ടാ ദ്രാവകത്തിന്റെയും പേര് എഴുതാനാണ്. സി എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോമറുലസിൽ നടക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അതിലൂടെ ഊർന്നിറങ്ങി കിട്ടുന്ന ദ്രവത്തിനെ നമ്മൾ പറയുന്നത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്നാണ്. ആൻഡ് എ ബി എന്ന രക്തക്കുഴലുകളുടെ വ്യാസ വ്യത്യാസം ഈ പ്രക്രിയയെ സഹായിക്കുന്നത്. ഡയമീറ്റർ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് അവിടെ പ്രഷർ കൂടുന്നത്, അല്ലെ? ഇവിടെ ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ഡയമീറ്റർ ഇൻക്രീസസ് ദ പ്രഷർ ആൻഡ് വിച്ച് ഹെൽപ്സ് ഇൻ ദ പ്രോസസ്, അല്ലെ? ഇവിടെ മർദ്ദം കൂടുന്നു. ആ മർദ്ദം കൂടുന്നത് വഴിയാണ് സൂക്ഷ്മ അരിക്കല് എളുപ്പത്തിൽ നടക്കാൻ സഹായിക്കുന്നത്. How does exercise affect the function of following organ? Heart, blood vessel, lungs. ഇവരെങ്ങനെയാണ് നമ്മുടെ വ്യായാമം കൊണ്ട് നമ്മളെ സഹായിക്കുന്നതെന്നാണ്. നമ്മുടെ ഹൃദയത്തിന്റെ മസിൽ ഡെവലപ്പ് ചെയ്യുന്നു, അതുവഴി ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുന്നു, ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ പേശികൾ എന്ത് ചെയ്യുന്നു, ഉത്തേജിക്കപ്പെടുന്നുണ്ട്. അതിനനുസരിച്ച് രക്തപ്രവാഹം നടക്കുകയും കൂടുതലായിട്ട് നമുക്ക് ഓക്സിജൻ കിട്ടും. ആൻഡ് ദെൻ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസസ്, ഗ്യാസസ് എക്സ്ചേഞ്ച് എഫിഷ്യന്റ് ആവുന്നു, അല്ലെ? ശ്വാസകോശത്തില് നമുക്ക് വൈറ്റൽ കപ്പാസിറ്റി കൂടാൻ സഹായിക്കുന്നു. വാതക വിനിമയം നല്ല കാര്യക്ഷമമായി നടക്കാനും സഹായിക്കുന്നുണ്ട്.
അടുത്തത് എയറോബിക് റെസ്പിറേഷനും അനൈറോബിക് റെസ്പിറേഷനുമാണ്. ATP എത്ര ഉണ്ടായി, എത്ര ഉണ്ടാകുന്നില്ല, സബ്സ്റ്റൻസ് ഏതൊക്കെയാണ് അതിൽ ടേക്ക് പാർട്ട് ചെയ്തത്, ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ നോക്കേണ്ടത്. അപ്പൊ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് ATP മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 28 ATP ആണ്, 28 ATP മോളിക്യൂൾ ആണ്. അനൈറോബിക് ഗ്ലൈക്കോളിസിസ് മാത്രമേ നടക്കൂ, സോ 2. പിന്നെ സബ്സ്റ്റൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എയറോബിക്കിൽ ഗ്ലൂക്കോസും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഗ്ലൂക്കോസും ഓക്സിജനും. അനൈറോബിക്കിലോ ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ. പ്രോഡക്റ്റ്, എയറോബിക് റെസ്പിറേഷന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ CO2 ഉണ്ടാവുന്നുണ്ട്, വാട്ടറും ഉണ്ടാവുന്നുണ്ട്. അതേസമയം അനൈറോബിക്കിലോ ലാക്ടിക് ആസിഡ് ആവാം, അല്ലെങ്കിലോ ആൽക്കഹോൾ ആകാം, അല്ലെ? ലാക്ടിക് ആസിഡോ ആൽക്കഹോളോ കാർബൺ ഡൈ ഓക്സൈഡ്, ഇതാണ് ഉണ്ടാവാനുള്ള ചാൻസ്. അപ്പം ഇതിന്റെ പ്രൊഡക്റ്റ് പ്രത്യേകതകൾ എന്തൊക്കെ അവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും കൂടെ പഠിച്ചു വെക്കുക. ATPയും പഠിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ, ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആവുന്നു. ബാക്ടീരിയയിൽ ആണെങ്കിലാണ് എന്തുണ്ടാവുന്നത്, ഇതാ നമ്മുടെ ലാക്ടിക് ആസിഡ്. ഈസ്റ്റിലാണെങ്കിൽ ആൽക്കഹോൾ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാവുക, ആൽക്കഹോൾ. ആൻഡ് ബാക്ടീരിയൽ ആണെങ്കിലോ, ബാക്ടീരിയയിൽ നമുക്കറിയാം ലാക്ടിക് ആസിഡ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, യെസ്. ഏത് സന്ദർഭത്തിലാണ് മനുഷ്യ ശരീരത്തിൽ ഈ ഒരു ലാക്ടിക് ആസിഡ് ഉണ്ടാവുന്നതെന്നാണ്, നമുക്ക് സഫീഷ്യന്റ് ആയ ഓക്സിജൻ കിട്ടാതെ വരുമ്പോ, അല്ലെ? ഇൻസഫിഷ്യന്റ് ഓഫ് ഓക്സിജൻ ഡ്യൂറിങ് സ്ട്രെനസ് എക്സസൈസ്. കഠിനമായ വ്യായാമം ചെയ്യുമ്പോൾ, കഠിനമായ വ്യായാമം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഓക്സിജന്റെ ലഭ്യതക്കുറവ്, ഓക്സിജന്റെ ലഭ്യതക്കുറവുണ്ടാകുന്നു. ഓക്സിജൻ ലഭ്യതക്കുറവാണ് നമ്മുടെ മസിലിലെ ലാക്ടിക് ആസിഡ് ഫോർമേഷൻ നടത്താൻ സഹായിക്കുന്നത്. അങ്ങനെ ലാക്ടിക് ആസിഡ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മസിൽ പെയിനോ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ് ആർ നോട്ട് പ്രസന്റ് ഇൻ യൂറിൻ. ഗ്ലൂക്കോസും അമിനോ ആസിഡും മൂത്രത്തിൽ കാണപ്പെടുന്നില്ല. ഡിഫറൻസ് ഇൻ ഡയമീറ്റേഴ്സ് അഫറന്റ് ആൻഡ് എഫറന്റ് വെസൽ ഹെൽപ്പിംഗ് അൾട്രാവയലറ്റ്. ഓൾറെഡി ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ പറഞ്ഞു. ഗ്ലൂക്കോസും അമിനോ ആസിഡും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതായത് ആദ്യം ഗ്ലോമറുലർ ഫിൽട്രേറ്റിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഗ്ലൂക്കോസ് അമിനോ ആസിഡ് കാണാം. പക്ഷെ യൂറിനിലില്ല. കാരണം അവിടെ എന്ത് നടക്കുന്നു? റീഅബ്സോർപ്ഷനും സെക്രീഷനും നടക്കുന്നു. വൃക്കാനാളികയിൽ പുനരാഗിരണവും ശ്രവണവും നടക്കുന്നത് കൊണ്ടാണ്. ആ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും അവിടെ ആ ഒരു സമ്മർദ്ദം കൂട്ടുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? കൂടുതൽ അൾട്രാ ഫിൽട്രേഷൻ നടക്കുകയാണ്. അങ്ങനെയാണ് സൂക്ഷ്മ അരിക്കൽ നടക്കുന്നത്. അതാണ് അഫറന്റ് എഫറന്റ് വെസൽ തമ്മിലുള്ള വ്യത്യാസം. ഇനി ഈ ഒരു ചിത്രം തന്നിട്ടും ചോദ്യം വരും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നെയിം ദ ഫേസ് ഓഫ് സെല്ലാർ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ്. വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് കെമിക്കൽ പ്രോസസ് ഡ്യൂറിംഗ് ദിസ് ഫേസ്. ഇവിടെ നമുക്കറിയാം മൈറ്റോകോൺട്രിയാണ്. മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നത് ക്രബ് സൈക്കിൾ ആണ്. പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. 28 ATP മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഓക്സിജന്റെ സഹായത്താൽ. അപ്പൊ ഈ പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്, ക്രബ്സ് പരിവർത്തി, അതായത് നമ്മുടെ മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നത്. Analyze the instance given below. Answer the question. Duff rises when yeast is added. Lactic acid is formed in the muscle cell. Name the type of respiration takes place during the instances given above. അപ്പോൾ ഈസ്റ്റ് ചേർത്ത മാവ് പുളിച്ചു പൊന്തുന്നു എന്ന് പറയുന്നു. അവിടെ അനൈറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ ഫെർമെന്റേഷൻ ആണ് നടക്കുന്നത്. ആ വായു ശ്വസനം. പേശി ക്വസ്റ്റനിൽ ലാക്ടിക് ആസിഡ് രൂപപ്പെടുന്നതോ കഠിനമായ വ്യായാമം ചെയ്യുന്ന സമയത്താണ്, അല്ലെ? അതും അനൈറോബിക് റെസ്പിറേഷൻ തന്നെയാണ്. അപ്പൊ രണ്ട് സന്ദർഭം നടക്കുന്ന ശ്വസന പ്രക്രിയ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ സന്ദർഭത്തിൽ ശ്വസന ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതാണെന്നാണ്. ഈസ്റ്റ് ചേർത്താൽ ഉണ്ടാവുന്നത് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഓക്കെ. ദെൻ രണ്ടാമത്തെ സന്ദർഭം നടക്കാനിടയുന്ന സാഹചര്യമാണ് പറഞ്ഞത്. എന്താണ്? ലാക്ടിക് ആസിഡ് ഉണ്ടാവുന്നത് ഇൻക്രീസ് ഇൻ ഓക്സിജൻ അവൈലബിലിറ്റി ഡിക്രീസസ്. നമ്മുടെ കഠിനമായ വ്യായാമം ചെയ്യുമ്പോൾ ഓക്സിജന്റെ ലഭ്യത കുറവുണ്ടാകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ലാക്ടിക് ആസിഡ് ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇതും നിങ്ങൾക്ക് ആനുവൽ എക്സാമിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഐഡന്റിഫൈ ദ സ്റ്റെപ്പ് ഓഫ് ബ്രീസിംഗ് ആണ്. ഇവിടെ എയർ ഉള്ളിലോട്ട് പോകുന്നതുകൊണ്ട് ഇത് ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ഉച്ഛ്വാസമാണ്. ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ഉച്ഛ്വാസം. XY എന്നിങ്ങനെ ഭാഗങ്ങളെ സൂചിപ്പിച്ചിരിക്കുന്നതാണ്. എക്സ് എന്ന് പറയുന്നത് ഡയഫ്രം ആണ്. ഡയഫ്രം ആൻഡ് Y എന്ന് പറയുന്നത് ഡയഫ്രം ആണ്. എക്സ് എന്ന് പറയുന്നതോ ഇന്റർകോസ്റ്റൽ മസിൽ ആണ്. ഇന്റർകോസ്റ്റൽ പേശികളാണ്.
ഇന്റർകോസ്റ്റൽ പേശികളാണ്. ഈ പ്രക്രിയ എങ്ങനെ സഹായിക്കുന്നു? എക്സും വൈയും ചേർന്നിട്ടാണ്. ഇന്റർകോസ്റ്റൽ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് റിബ്സ് റൈസ് ചെയ്യുന്നത്. റിബ്സ് റൈസ് ആകുമ്പോൾ ഡയഫ്രം അവിടെ ഫ്ലാറ്റൻ ആവുന്നുണ്ട്. അപ്പം ഇത് തമ്മിൽ ഇവർ 3 പേരും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന വഴിയാണ് ഇൻസ്പിറേഷൻ പോസിബിൾ ആവുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്ത് നടക്കുന്നു? അവിടെ എക്സ്പിറേഷൻ അല്ലെങ്കിൽ നിശ്വാസം നടക്കുന്നത്. ഈ ചെടികളിൽ വാതക വിനിമയം നടത്തുന്ന ഒരു ഭാഗം തന്നിട്ട് ഏതാണെന്ന് കണ്ടെത്താനാണ്. ഈ സ്റ്റെമ്മിൽ കാണുന്ന ഭാഗം ഏതാണ്? നമ്മുടെ ലെന്റിസൽസ് ആണ്. ഡിഫ്യൂഷൻ പ്രോസസ് വഴിയാണ് ഇവര് നടക്കുന്നത് കേട്ടോ. അപ്പൊ ലെന്റിസൽ കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കാം. ഓക്കെ. Then final question. Analyze the illustration related to exchange of gases in plants and answer the question ആണ്. Surface of the stem and root, exchange of gases in plants. അപ്പൊ എയും ബിയും എഴുതാനാണ് കംപ്ലീറ്റ് ദ മിസ്സിംഗ് പാർട്ട്. അപ്പൊ കാണ്ഡത്തിന്റെയും വേരിന്റെയും ഉപരിതലത്തിൽ നമ്മളെ സഹായിക്കുന്ന ഏതാണ്? ലെന്റിസെല്ലുകളാണ്. ആൻഡ് ഇവിടെ സസ്യങ്ങളിൽ വാതക വിനിമയം നടത്തുന്നത് ഏതാണ്? നമ്മുടെ ഇലകളും തണ്ടുകളിലും. സോ പ്ലാന്റ്സ് നീഡ് ലെസ് എനർജി വെൻ കമ്പയർഡ് ടു ആനിമൽസ് അല്ലെ. ഉൽപാദന പ്രക്രിയയിൽ വ്യത്യാസം എന്താണ്? പ്ലാന്റ്സിന് കുറച്ച് എനർജി മതി. യൂട്ടിലൈസ് ഗ്ലൂക്കോസ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് എനർജി പ്രൊഡക്ഷൻ ആൻഡ് എനർജി സ്റ്റോർഡ് ഇൻ ATP. സസ്യങ്ങൾക്ക് വളരെ കുറഞ്ഞ ഊർജ്ജം മതി എന്നുള്ളതാണ്. അപ്പൊ അത് പഠിച്ചു വെക്കുക. സസ്യങ്ങളിലെ വാതക വിനിമയം ആസ്യരന്ധ്രത്തിലൂടെയാണ്. ലീവ്സിലും ടെൻഡർ സ്റ്റെംസിലുമാണ് നമ്മൾ സ്റ്റൊമാറ്റ കാണുന്നത് എന്ന് പഠിച്ചു വെക്കണം. ആൻഡ് ലെന്റിസെൽ ഉണ്ട്, അതുപോലെ തന്നെ റൂട്ട് ഹെയർ സെൽസിലും നമുക്ക് കാണാൻ പറ്റും. ഓരോ ഭാഗത്തെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. 1 മാർക്കും 2 മാർക്കും 3 മാർക്കും 4 മാർക്കും ഈ 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്നും ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ കൂടുതൽ കോൺസെപ്റ്റ് ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഇന്നത്തെ ലൈവിൽ പഠിക്കുന്നതാണ്. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ തരുവാണ്, അത് എഴുതാൻ മറക്കരുത്. നമ്മൾ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും പഠിക്കുന്നുണ്ട്. എക്സ്പിറേഷന്റെ സമയത്ത് ഇന്റർകോസ്റ്റൽ മസിലും അതുപോലെ തന്നെ റിബ്സിലും ഡയഫ്രത്തിലും ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? എക്സ്പിറേഷൻ ആണ് നിശ്വാസ സമയത്ത് നമ്മുടെ ഇന്റർകോസ്റ്റൽ പേശികളിൽ നമ്മുടെ ഡയഫ്രത്തിന് അതുപോലെ വാരിയലുകൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. See you soon in the live. Okay, bye bye and all the best.